ലോകത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്ന പേരാണ് ഇപ്പോൾ വീണ്ടും ഉയരുന്നത് എബോള. കോവിഡ് മഹാമാരിയുടെ മുറിവുകൾ പോലും പൂർണ്ണമായും മായാത്ത ലോകം ഇപ്പോൾ മറ്റൊരു അതിഭീകര വൈറസിന്റെ മുന്നിലാണ് പകച്ചു നിൽക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയും ഉഗാണ്ടയും കേന്ദ്രീകരിച്ച് പടരുന്ന എബോള വൈറസ് വ്യാപനത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ ഡയറക്ടറായ ഡോക്ടർ മുഹമ്മദ് യാക്കൂബ് ജനാബി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് ചെറുതായി കാണുന്നത് വലിയ തെറ്റായിരിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകാരോഗ്യ മേഖലയെ തന്നെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എബോള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകം ഇന്നും വിറയ്ക്കുന്നു. കാരണം മനുഷ്യരെ ഏറ്റവും വേഗത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന വൈറസുകളിൽ ഒന്നാണിത്. ഉയർന്ന പനി, രക്തസ്രാവം, ശരീരാവയവങ്ങളുടെ തകരാർ, ഒടുവിൽ മരണം. രോഗബാധിതരുടെ ശരീരദ്രവങ്ങളിലൂടെ അതിവേഗം പകരുന്ന ഈ വൈറസ് ഒരിക്കൽ നിയന്ത്രണം വിട്ടാൽ ഒരു രാജ്യം മുഴുവൻ തകർന്നടിയാൻ പോലും കാരണമാകും. 2014 മുതൽ 2016 വരെ പശ്ചിമാഫ്രിക്കയിൽ പടർന്ന എബോള മഹാമാരിയിൽ 10,000-ലധികം ആളുകളാണ് മരിച്ചത്. ആശുപത്രികൾ നിറഞ്ഞു, തെരുവുകൾ ശൂന്യമായി, രാജ്യങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നു. ഇപ്പോൾ വീണ്ടും ഉയരുന്ന ഭീഷണി അതിലും അപകടകരമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഇപ്പോൾ പടരുന്നത് ബുണ്ടിബിഗ്യോ എന്ന അപൂർവ എബോള വകഭേദമാണ്. ഇതിനെതിരെ അംഗീകൃത വാക്സിനോ കൃത്യമായ ചികിത്സയോ നിലവിലില്ല. അതാണ് ലോകാരോഗ്യ സംഘടനയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കോങ്കോയിൽ നൂറുകണക്കിന് സംശയാസ്പദ കേസുകളും മരണങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉഗാണ്ടയിലും രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. രോഗത്തിന്റെ ഉറവിടം പോലും പൂർണ്ണമായി കണ്ടെത്താനാകാത്ത അവസ്ഥയാണെന്ന് WHO തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എബോളയുടെ ഏറ്റവും വലിയ ഭീകരത അതിന്റെ മരണനിരക്കാണ്. ചില സാഹചര്യത്തിൽ രോഗബാധിതരിൽ പകുതിയിലധികം ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രോഗം പടരുന്ന വേഗതയും അത്ര തന്നെ ഭീതിജനകമാണ്. ഒരു രോഗി പോലും നിയന്ത്രണത്തിന് പുറത്തായാൽ അത് അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും എത്താം. അതുകൊണ്ടാണ് WHO ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഫ്രിക്കയിലെ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യവും യുദ്ധ സാഹചര്യങ്ങളും ദുർബലമായ ആരോഗ്യ സംവിധാനങ്ങളുമാണ് രോഗവ്യാപനം കൂടുതൽ ഗുരുതരമാക്കുന്നത്. ആശുപത്രികളിൽ ഐസൊലേഷൻ സൗകര്യങ്ങൾ പോലും പര്യാപ്തമല്ല. ജനങ്ങൾക്കിടയിൽ തെറ്റായ വിവരങ്ങളും അന്ധവിശ്വാസങ്ങളും വ്യാപകമാണ്. ചില പ്രദേശങ്ങളിൽ രോഗബാധിതരുടെ സംസ്കാര ചടങ്ങുകൾ പോലും വൈറസ് വ്യാപനത്തിന് കാരണമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ പൊതുയോഗങ്ങളും ചടങ്ങുകളും വരെ നിരോധിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം പഠിച്ച ഏറ്റവും വലിയ പാഠം വൈറസുകളെ ഒരിക്കലും ചെറുതായി കാണരുത് എന്നതാണ്. എന്നാൽ ഇപ്പോൾ WHO നൽകുന്ന മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ ലോകം വീണ്ടും അതേ ഭീതിയിലേക്ക് മടങ്ങുകയാണ്. മുൻ CDC ഡയറക്ടർ റോബർട്ട് റെഡ്ഫീൽഡ് പോലും ഇതൊരു വലിയ മഹാമാരിയാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലും പ്രതിരോധ സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗവും ചേർന്നിരുന്നു. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടു കൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും ആരോഗ്യ വിഭാഗവും സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ രോഗ നിരീക്ഷണ വിഭാഗവും മെഡിക്കൽ കോളേജുകളും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അണുബാധ നിയന്ത്രണം, PPE കിറ്റുകളുടെ ഉപയോഗം, ചികിത്സാ പ്രോട്ടോകോളുകൾ, രോഗികളുടെ തീവ്ര പരിചരണം എന്നിവയിൽ പരിശീലനം ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിലവിൽ എബോള വൈറസ് രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എബോള വീണ്ടും ലോകത്തിനു മുന്നിൽ ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്. മനുഷ്യരാശി അടുത്ത മഹാമാരിക്കായി തയ്യാറായിട്ടുണ്ടോ? കാരണം ഓരോ പുതിയ വൈറസ് ഭീഷണിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സത്യമാണ്. ശാസ്ത്രം മുന്നേറുമ്പോഴും പ്രകൃതിയുടെ കളികൾ ഇന്നും മനുഷ്യനെ ഭയപ്പെടുത്താൻ ശേഷിയുള്ളതാണ്.